എൻ്റെ പേര് ഡോക്ടർ തോമസ് ഈപ്പൻ. ഞാനിവിടെ തിരുവല്ലയിൽ ഡെൻറ്റിസ്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യുവാണ്. ഞാനും കുഞ്ഞുമോൻചാനുമായിട്ടുള്ള ഒരു ബന്ധം പറയുവാണെങ്കിൽ 1985 പരുമലയിൽ ഞങ്ങളുടെ വീട് വെക്കുന്ന കാലഘട്ടം തൊട്ടുള്ള ഒരു പരിചയമാണ്. അന്ന് ഈ ചുറ്റുവട്ടത്ത് മൊസൈക്ക് ഇൻഡസ്ട്രിയോ അല്ലെങ്കിൽ മാർബിളോ ഗ്രാനൈറ്റോ ഒന്നും അങ്ങനെ അധികം പേരുടെ കയ്യിലില്ലായിരുന്നു. അന്ന് കുഞ്ഞുമോൻചാനുമായിട്ട് പരിചയപ്പെടുകയും ആളുമായിട്ടുള്ള ഡീലിങ്സിൽ പരുമലയിൽ ഞങ്ങളുടെ വീട് കംപ്ലീറ്റ് മൊസൈക്ക് ചെയ്യുകയും ഇന്നും അതിൻ്റെ ആ ക്വാളിറ്റി വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ന് 2024 ആ സെയിം സംഗതികൾ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. കുഞ്ഞുമോൻചാനെ സംബന്ധിച്ചിടത്തോളം സാധനത്തിന് എപ്പോഴും ഇച്ചിരി 10 രൂപ കൂടുതലാണെങ്കിലും ക്വാളിറ്റിയിലൊരു കോംപ്രമൈസും ഇല്ലാത്ത ഒരാളായിരുന്നു. ഡീലിങ്സ് ആണെങ്കിലും എല്ലാം അതുപോലായിരുന്നു. കുഞ്ഞുമോൻചാനൊരു പരുമലപ്പള്ളി വിശ്വാസിയായിരുന്നു. എപ്പോഴും പരുമലപ്പള്ളി വരികയും ഞാനില്ലാത്ത സമയത്താണെങ്കിൽ പോലും വീട്ടിൽ വന്ന അപ്പയും അമ്മയായിട്ടൊക്കെ വളരെ ക്ലോസ് അസോസിയേറ്റഡായിട്ട് നിന്നിരുന്ന ഒരാളാണ്. ബന്ധങ്ങൾ ഹോൾഡ് ചെയ്യുന്നതിനകത്ത് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടിരുന്ന ഒരാളായിട്ടാണ് ഞാൻ കുഞ്ഞുമോൻചാനെ മനസ്സിലാക്കിയേക്കുന്നത്. പിന്നെ ഞാനീ പറഞ്ഞതുപോലെ ആക്സിഡൻ്റിൽ ഒരു തവണ പരുമലപ്പള്ളി വന്നപ്പം അവിടെ വീട്ടിൽ വരികയും അന്നേരം പെട്ടെന്ന് കുഞ്ഞുമോൻചാൻ്റെ മുഖം കണ്ടപ്പോൾ ഒരു ഡിസ്ഫിഗേർഡായിട്ടുള്ള രീതിയിൽ എനിക്ക് തോന്നി. എന്നിട്ട് എന്ത് പറ്റിയാന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ഇങ്ങനെ ആലപ്പുഴ ഭാഗത്ത് വെച്ച് ഇങ്ങനെ ഒരു ആക്സിഡൻ്റ് ഉണ്ടാകുകയും അതിന് ശേഷം അത് സർജറി 2 സർജറി ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ തമ്മിൽ കാണുന്നത്. എന്നിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ മംഗലാപുരത്ത് ഞങ്ങളുടെ സാറുണ്ട്, പുള്ളി സർജറിയിൽ വളരെ മിടുക്കനാണെന്നും കേട്ടപ്പോൾ തന്നെ കുഞ്ഞുമോൻചാൻ വളരെ പോസിറ്റീവായിട്ടും ബില്ലിങ്ങായിട്ടുമായിരുന്നു. എന്നിലുള്ള ഒരു വിശ്വാസത്തിൻ്റെ പുറത്തും കുഞ്ഞുമോൻചാൻ മംഗലാപുരത്ത് വരികയും സാറിനെ കാണിക്കുകയും അങ്ങനെ സർജറിക്ക് ഡേറ്റ് ഫിക്സ് ചെയ്യുകയും എല്ലാം ചെയ്ത് അങ്ങനെ വളരെ സക്സസ്ഫുള്ളായിട്ട് സർജറി കഴിയുകയും അതിനുശേഷം കുഞ്ഞുമോൻചാൻ ഒരു വലിയൊരു പാർട്ടിയൊക്കെ അവിടെ ഡിപ്പാർട്ട്മെൻറ്റിലെ എല്ലാവർക്കും ത്രോ ചെയ്യുകയൊക്കെ ചെയ്തായിരുന്നു. അന്ന് കുഞ്ഞുമോൻചാന് പാട്ട് പാടുകയും കുഞ്ഞുമോൻചാൻ അന്ന് പറഞ്ഞ എനിക്കിനി ജീവിതത്തിലൊരു പാട്ട് പാടാൻ പറ്റുമെന്ന് പോലും ഞാൻ ഓർത്തതല്ല. അങ്ങനെ വളരെ സന്തോഷവാനായിട്ടാണ് ആൾ അവിടുന്ന് പിരിഞ്ഞു പോയത്. പക്ഷേ എന്തോ ഭാഗ്യക്കേട് കൊണ്ട് വീണ്ടും ആ പ്രൊസീജിയേഴ്സ് എല്ലാം റിലാപ്സ് ആകുകയും അതിന് ശേഷം കുറേ നാൾ കഴിഞ്ഞ് കുഞ്ഞുമോൻചാൻ വീണ്ടും ഒരു ഇതായിട്ട് സർജറി വീണ്ടും ചെയ്യാനായിട്ടൊരു കോൺഫിഡൻസിൽ വീണ്ടും വരികയും വീണ്ടും മംഗലാപുരത്ത് പോയി അത് റീഓപ്പറേറ്റ് ചെയ്യുകയും എല്ലാം ചെയ്തതാണ്. പക്ഷേ ടു ഹിസ് ബാഡ് ലക്ക് അത് പിന്നെയും റിലാപ്സ് ആയിപ്പോയി. അതിന് ശേഷം എന്താ പറയുന്നത്, പിന്നെ എൻ്റെ കല്യാണമായിരുന്നു 99 എൻ്റെ കല്യാണമായിരുന്നു. കുഞ്ഞുമോൻചാൻ ഈ ചെടികളോട് ഭയങ്കര താല്പര്യമുള്ള ഒരാളായിരുന്നു. ഓർക്കിഡ് ആന്തൂറിയം, അപ്പം മമ്മിയും അതുപോലെ ഓർക്കിഡ് ആന്തൂറിയത്തിൻ്റെയൊക്കെ വലിയൊരാളായിരുന്നു. അന്നേരം എൻ്റെ കല്യാണത്തിൻ്റെ സമയത്ത് കുഞ്ഞുമോൻചാൻ്റെ വീട്ടിൽ നിന്നാണ് ഓർക്കിഡ് എനിക്കൊന്ന് അന്നത്തെ വില വെച്ച് നോക്കിയാൽ എനിക്കൊന്ന് 16,000-7,000 രൂപ വില വരുന്ന ഓർക്കിഡ് അവിടുന്ന് കട്ട് ചെയ്തുകൊണ്ട് വന്ന് എല്ലാം കഴിഞ്ഞ് ഞാൻ വൈഫും കൂടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് കുഞ്ഞുമോൻചായ പേയ്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞു അതെല്ലാം എൻ്റെ സന്തോഷമാണ് എന്ന ഒരു വാക്കാണ് പറഞ്ഞത്. അങ്ങനെ ഞാനിവിടെ തിരുവല്ലയിൽ വന്ന് പ്രാക്ടീസ് തുടങ്ങുകയും ഞങ്ങളുടെ ആ റിലേഷൻഷിപ്പ് പിന്നെ എൻ്റെ ക്ലിനിക്ക് 2000 ഞാനിവിടെ കട്ടോട് സ്റ്റാർട്ട് ചെയ്തപ്പം കുഞ്ഞുമോൻചാൻ്റെ കടയിൽ നിന്നാണ് സാധനങ്ങളും ഇന്നും ആ ഗ്രാനൈറ്റും വാഷ് ബേസിനും എല്ലാമാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. അതാ ഞാൻ പറഞ്ഞത് ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസ് ഇല്ലാത്തൊരു മനുഷ്യനായിരുന്നു. അങ്ങനെ പിന്നീട് പല ആവശ്യങ്ങൾക്കും പല്ല് ക്ലീൻ ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലും ഷേർലി മാമിക്കാണെങ്കിലും ഇവിടെ വരികയും ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്തിരുന്ന ലാസ്റ്റിലാണെങ്കിലും മരിക്കുന്നതിന് കുറച്ചാൾ മുമ്പേ തന്നെയാണെങ്കിലും ഒരു ചെറിയൊരു മൈനർ സർജിക്കൽ പ്രൊസീജിയറുമായിട്ടും ഇവിടെ ക്ലിനിക്കിൽ വരികയും ഞാൻ എൻ്റെ ഫ്രണ്ട് ഡോക്ടറെ കൊണ്ട് അതെല്ലാം ട്രീറ്റ് ചെയ്യിപ്പിച്ച് കൊടുക്കുകയൊക്കെ ചെയ്തതാണ്. അങ്ങനെ ഒരു ഷോക്കിംഗ് ആയിപ്പോയി പെട്ടെന്ന് ഒരു ദിവസം ഇങ്ങനെ കുഞ്ഞുമോൻചാൻ മരിച്ചു എന്ന് പറയുന്നതും. അതുപോലെ ഷെയ്നാണെങ്കിലും അപ്പ എന്ന് പറഞ്ഞ് വളരെ പോസിറ്റീവായിട്ട് എപ്പോഴും കുഞ്ഞുമോൻചാൻ ആ ഒരു ആക്സിഡൻ്റ് ഉണ്ടായാൽ പുള്ളിക്ക് ഭയങ്കര വിഷമമായിരുന്നു. എപ്പോഴും എങ്ങനെയും എവിടെ കൊണ്ടുപോയാണെങ്കിലും ട്രീറ്റ് ചെയ്ത് വേൾഡിൽ എനിക്ക് തോന്നുന്നു കുറേ പേരുമായിട്ട് ഡോക്ടേഴ്സുമായിട്ട് ഇത് ഡിസ്കസ് ചെയ്യുകയൊക്കെ ചെയ്തതാണ്. പക്ഷേ എനിവേ
എന്താ പറയാൻ, ആസ് എ പേഴ്സൺ ഒരിക്കലും നമുക്ക് മനസ്സിൽ നിന്നും മറക്കാൻ പറ്റത്തില്ല. പിന്നെ ഒരു ബ്രദർലി ഇതായിരുന്നു. എനിക്കാണെങ്കിലും പേഴ്സണലായിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അഭിപ്രായങ്ങളൊക്കെ ചോദിച്ചാലും കുഞ്ഞുമച്ചാൻ അത് ഷെയർ ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും എല്ലാം ചെയ്യും. ഷേർലിമാമയാണെങ്കിലും ഞാൻ ഇന്നും ഓർക്കുന്നു, കുഞ്ഞുമച്ചാൻ മരിച്ച് അവിടെ ചെല്ലുമ്പം ഷേർലിമാമ എന്നോട് പറയുന്നത്, വിനോ ഇനിയും ശല്യം ചെയ്യാനായിട്ടൊന്നും അങ്ങോട്ട് വരില്ല, ആൾ പോയില്ലേ. ആ വാക്കുകൾ ഇപ്പോഴും എൻ്റെ മനസ്സിൽ സ്ട്രൈക്കിംഗ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ആ ഹോസ്പിറ്റാലിറ്റിയുടെ കാര്യത്തിലാണെങ്കിലും നമ്മളവിടെ വീട്ടിൽ ചെന്നാലും അത് ഒന്നും വാക്കുകളില്ല പറയാനായിട്ട്. അതുപോലൊരു റിലേഷൻഷിപ്പാണ് ഞങ്ങളുണ്ടായത്. ഷേർലിമാമയ്ക്കും ഷെയ്നും കുഞ്ഞുമച്ചാൻ്റെ നഷ്ടം എപ്പോഴും അവർക്കൊരു തീരാ ഗ്യാപ്പാണ്. അതൊരിക്കലും അത് റീഫിൽ ചെയ്യാൻ പറ്റത്തില്ല.